പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ശ്രീനഗറിൽ കുടുങ്ങിയ മലയാളികൾ ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നു. വിനിത വി ജി അവർക്കൊപ്പം കേരള ഹൗസിൽ ചേരുകയാണ്. വിനിത, ഈ കുറച്ചധികം മലയാളികളുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ കുറച്ചധികം മലയാളികൾ അവിടേക്ക് പോയിരുന്നു. എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവർ പഹൽഗാം സന്ദർശിച്ചിരുന്നോ? തീർച്ചയായും എസ്കെൻ 23 അംഗ സംഘമാണ്. അവർ ഇന്ന് രാവിലെയോട് കൂടി ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ കേരള ഹൗസിൽ ഇപ്പോൾ നമുക്കൊപ്പം അവർ ചേരുകയാണ്. ഏതാണ്ട് 16 ദിവസത്തെ അവരുടെ ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. മലപ്പുറത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള ആളുകളാണ് ഇപ്പോൾ വിനോദസഞ്ചാരികൾ. അവർ നമുക്കൊപ്പം ചേരുകയാണ്. നാട്ടിൽ തിരൂരിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ട്രിപ്പ്? എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത്, ഈ ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു? ഞങ്ങൾ 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രിപ്പാണ്. നമ്മൾ കാശ്മീരിലെത്തി. ആദ്യ ദിവസം നമ്മൾ സോനാമാർഗ്, പിന്നെ 2-ാം ദിവസം നമ്മൾ അവിടുത്തെ ശ്രീനഗറിലുള്ള ലോക്കൽ സ്ഥലങ്ങളെല്ലാം പോയി. 3-ാം ദിവസം നമ്മൾ പഹൽഗാമായിരുന്നു ഫിക്സ് ചെയ്തത്. നമ്മൾ പഹൽഗാമിൽ പോയി ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് നമ്മൾ കവർ ചെയ്തു. 2ാമത്തെ വ്യൂ പോയിന്റിലേക്ക് വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് വാഹനങ്ങളെല്ലാം കൂടി ബ്ലോക്ക് ആവുന്നുണ്ട്. കുറേ പേര് ഓടി വണ്ടിയിൽ കയറുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കണം. അപ്പോൾ മൊത്തത്തിലൊരു എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാ വണ്ടികളെയും അവർ തടഞ്ഞ് തിരിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എന്താണെന്നുള്ളത് ഈ ഗൈഡുമാർ നമ്മളെടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞത്, നമ്മൾ പാനിക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് തിരിച്ച് നമ്മൾ അപ്പം തന്നെ സ്ഥലം കാണണ്ട എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കൂടി തിരിച്ചപ്പോൾ എല്ലാ വെഹിക്കിളും കൂടി തിരിച്ചു പോരാണ് ഉണ്ടായത്. ആ സമയത്ത് എങ്ങനെയായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതിനൊക്കെ ഉള്ളൊരു സാഹചര്യം എന്തായിരുന്നു അവിടെ? അത് നമ്മൾ അവിടുത്തെ ഹൈവേ ക്ലോസ്ഡ് ആയിരുന്നു. ലാൻഡ് സ്ലൈഡിങ് കാരണം ഹൈവേ ക്ലോസ്ഡ് ആയ കാരണം മുഗൾ റോഡ് എന്ന് പറയുന്ന റോഡ് വഴിയാണ് നമ്മളെ തിരിച്ചവർ വിട്ടത്. അപ്പോൾ ഏകദേശം 16 മണിക്കൂറോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും നിർത്താൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ മിസ്സാവും. ഡൽഹിയിലേക്ക് വന്നിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതായിരുന്നു നമ്മളെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ വൈകിട്ട് മടങ്ങുകയാണ്. വലിയൊരു ആശങ്കയ്ക്ക് നടുവിൽ നിന്ന് അവർ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ തിരിച്ചു ഒരു മടക്ക് വരവ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഭക്ഷണം പോലും പലരും കഴിച്ചിട്ടില്ലെന്ന് പറയും. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രാവിലെ 5:30 മണിക്ക് ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ രാത്രി 9 മണിക്കാണ് ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഏതാണ്ട് 16 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ മുഗൾ റോഡ് വഴിയാണ് വന്നത്. അതൊരു റിസ്കി ഏരിയയാണ്. ഏത് സമയത്തും മണ്ണിടിഞ്ഞൊക്കെ പോകാവുന്ന വളരെ മോശം റോഡുമാണ്. 16 മണിക്കൂർ ഞങ്ങൾ 9:50 ഞങ്ങൾ ട്രെയിൻ. അത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് സംശയമായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർമാരുടെ മനസാന്നിധ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ഭക്ഷണം കഴിച്ചില്ല. ഞങ്ങൾ മിനിഞ്ഞാന്ന് രാത്രി ഭക്ഷണം കഴിച്ചതാണ്. ഇതുവരെ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. കാരണം എവിടെയെങ്കിലും ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾക്ക് സമയനഷ്ടവും, ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടൂല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 16 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഞങ്ങളുടെ ഡ്രൈവേഴ്സ് പോലും ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്ന്. വേണ്ട, ഞങ്ങളവിടെ എത്തിക്കലാണ് ഞങ്ങളെ ലക്ഷ്യം. അപ്പോൾ അവർക്കൊന്നും ഇന്നലെ അവിടുന്ന് മടങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഈ മുഗൾ റോഡ് രാത്രി ബ്ലോക്കാണ്. ഈ പഹൽഗാമിലേക്ക് ഉള്ളൊരു യാത്രയിലായിരുന്നു അല്ലേ? അതെ. പഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ അനുഭവത്തിലും ഒന്നും ഇല്ലല്ലോ. ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളവിടെ സന്ദർശനത്തിനായി പോയവരാണ്. ഞങ്ങൾ ജസ്റ്റ് അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഞങ്ങൾ കാണാതിരിക്കാൻ കാരണം ഈ സംഭവം നടന്ന ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഞങ്ങളെ കവർ ചെയ്തു. ഞങ്ങളുടെ ഗൈഡ് മൻസൂർ, അതുപോലെ ഞങ്ങളുടെ ഡ്രൈവർ സഫർ, അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി കയറുന്നു പറഞ്ഞു. അത് ഞങ്ങളോട് പറയുന്നില്ല എന്താ സംഭവം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചിട്ടും പറയുന്നില്ല. പെട്ടെന്ന് വണ്ടി കയറ്റി വണ്ടി എടുത്ത് പോയി. പോകുന്ന വഴിയിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 5-6 ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത്രേ അവർ ഞങ്ങളോട് പറഞ്ഞുള്ളൂ. പിന്നെ അവിടെ താമസിക്കുന്ന ഈ പ്രദേശവാസികൾ, ഈ ഗൈഡൊക്കെ അവർ നമുക്ക് വലിയ സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം അവർ ഞങ്ങളെ കവർ ചെയ്തിട്ടാണ് നിന്നത്. കാരണം ഇനി എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ ബാധിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ എയിം. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ കവർ ചെയ്തിട്ട് വാഹനത്തിൽ കയറ്റുകയാണ് ചെയ്തത്. അവർ ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഇന്നലെ വരുന്ന വഴിയിൽ വെള്ളക്കുപ്പികളായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. കടകൾ മൊത്തം ക്ലോസ് ആണ്. ഭക്ഷണമൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ വെള്ളക്കുപ്പികളായിട്ട് ആളുകൾ നിന്നിട്ട് വരുന്ന വണ്ടിയിലൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ. സ്വാഭാവികമായും നമ്മൾ ജമ്മു കാശ്മീരിലാണെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ വലിയൊരു ആശങ്കയാണ്. അപ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ? വീട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞത് ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങൾ വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടിൽ ആരും അറിഞ്ഞില്ല. നമ്മൾ മലയാള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. കാരണം ഇതിൻ്റെ ഒരു ഭീകരത പുറത്തു വന്നതിന് ശേഷം മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞില്ല. പിന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ ന്യൂസിലൂടെ കേട്ടിട്ടുള്ളൂ, പക്ഷേ ഞങ്ങൾ ട്രെയിനിലാണ്, ഞങ്ങൾ ഡൽഹിയിൽ സേഫായിട്ട് എത്താൻ പറ്റില്ല. ഭയങ്കര അനുഗ്രഹമാണ്.
തീർച്ചയായും അവിടെയുള്ള സാധാരണക്കാർ, അവിടുത്തെ പ്രദേശവാസികളൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു? വലിയൊരു ആശങ്കയാണ്, ഇപ്പോഴും ആശങ്കയിൽ നിന്ന് ബാക്കപ്പ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. നാട്ടിലെവിടെയാ? തിരൂര്. ഈ മേഖല സന്ദർശിക്കാനിരിക്കുകയായിരുന്നോ ആ സമയത്ത്? മനസ്സിലായില്ല. ഈ പെഹൽഗ്രാമിലേക്ക് പോകാനുള്ള ആയിരുന്നു, പകുതി വഴി എത്തിയിരുന്നു. അപ്പോഴാണ് ഇത് അറിഞ്ഞത്. അപ്പൊ പിന്നെ വണ്ടിക്കാരൻ വണ്ടി നിർത്തിയിട്ട് വണ്ടി കയറാൻ പറഞ്ഞ് അങ്ങനെയല്ല ഇത്. അവിടെ ഈ ഹോട്ടലിലൊക്കെ താമസിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവിടെ? അവർ നല്ല ഹാപ്പി ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ അന്തരീക്ഷം നല്ലതായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ബാക്കിയുള്ള മലയാളികളും ഒക്കെ ആയിട്ട് അവിടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ടോ ബാക്കി ആരെങ്കിലും നാടുകളിലേക്ക്? അതാണെങ്കിൽ സുരക്ഷിതമായി എത്തി. ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണോ? ഇന്ന് പോകും. ഡൽഹിയിൽ നിന്ന് വൈകിട്ട് ട്രെയിനാണ്. ട്രെയിൻ. എത്ര പേരുടെ സംഘമായിരുന്നു? 23 23 പേരുടെ സംഘമാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ ആശങ്കയ്ക്ക് ഒടുവിൽ അവർ ഇപ്പോൾ അവരുടെ സുരക്ഷിതമായിട്ടുള്ള നാടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്ന് പറയില്ല. ഇല്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇന്ന് രാത്രിയാണ്, ഇപ്പോൾ 8 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരുക. വലിയൊരു പ്ലാനിങ് ആയിരുന്നു ഈ ഒരു വേനലവധി കാലത്തൊക്കെ ജമ്മു കാശ്മീരൊക്കെ സന്ദർശിച്ച്. കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു കാശ്മീർ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടാണ്. നോർക്ക റൂട്ട്സിനെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട്. കാരണം ഞങ്ങൾക്ക് നമ്പർ കിട്ടിയപ്പോൾ ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തു. അവർ അപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് കൊടുത്തു. ഇവിടുന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ വരുന്നവരെ, ഇവിടെ എത്തുന്നത് വരെ അവർ ഞങ്ങൾ കോൾ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഇത്തരം ഒരു പ്രതിസന്ധിയിലൊക്കെ വന്ന് പെടുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളത് ഈ നോർക്ക റൂട്ട്സിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേരള ഹൗസുകാർ ഞങ്ങളിവിടെ വന്നപ്പോഴൊക്കെ നല്ല സംവിധാനങ്ങൾ ഒരുക്കി തരുന്നു, നല്ല സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. അതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ നാട്ടിലുള്ള മലയാളികളൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊക്കെ ഈ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ, ഇപ്പോൾ നമ്മളെയൊക്കെ തന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ പോവാമോ, നമുക്ക് സന്ദർശനത്തിലേക്ക് എന്തെങ്കിലും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ കൂടിയാണല്ലോ, അവരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ? പഹൽഗാമിലേക്ക് ആണല്ലോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളും അതിൽ ഒരു ദൃക്സാക്ഷി എന്ന് പോലെയാണ് ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. എന്തായാലും കുറച്ച് സമയത്തിന് പഹൽഗാമിലേക്ക് ഇനി ആരും പോവില്ല എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഭീതിപ്പെടുത്തുന്നത്. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ഒരു ട്രാവലിംഗ് വെക്കേഷനൊക്കെയാണ്? വെക്കേഷൻ നല്ലത് രീതിയിൽ തന്നെയായിരുന്നു ഇത്രയും സമയം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. നിങ്ങൾ 16-ാം തീയതി പോയതാണ്? 16-ാം തീയതി. ട്രിപ്പ് മുഴുവനും പ്ലാൻ അനുസരിച്ച് എല്ലായിടവും കാണാൻ കഴിഞ്ഞോ, അതോ തിരിച്ച്? ഇല്ല, പഹൽഗാം ആ കാശ്മീരിലൊരു നല്ലൊരു അടിപൊളി പ്ലേസാണ് പഹൽഗാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊക്കെ കാണാൻ പറ്റി, എല്ലായിടത്തും കാണാൻ പറ്റിയില്ല. അതൊരു പ്രശ്നം. പോകുന്ന സമയത്താണ്, ഈ ബൈസറണിലേക്ക് പോകുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്? അതെ. അപ്പം തന്നെ അവർ ഞങ്ങളുടെ എല്ലാവരെയും കാറിലാക്കിയിട്ട് പറഞ്ഞയച്ചു. അവിടെയുള്ള പ്രദേശവാസികളൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു. അവരെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നത്. അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ബിസ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഓടി വന്നിട്ട് അവർ വെള്ളവും അങ്ങനെയൊക്കെയുള്ള സഹായമൊക്കെ അവർ നൽകിയിരുന്നു ആ സമയത്ത് അല്ലേ? തീർച്ചയായും ഇങ്ങനെ 23 അംഗ സംഘം അവർ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് തന്നെ മടങ്ങും. ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനിന്. വീട്ടിലൊക്കെ വിളിക്കാൻ പറ്റിയിരുന്നോ? വലിയ ആശങ്കയിലായിരിക്കും വീട്ടിൽ. നെറ്റ്വർക്കൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. എന്നാലും എല്ലാവരും പരിഭ്രാന്തിയിലായിരുന്നു. എല്ലാവരും നെറ്റ്വർക്ക് കിട്ടിയ സമയത്ത് തൊരുതര കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ റോഡിലൂടെ പോരുന്ന സമയത്ത് നിറയെ പട്ടാളവും പോലീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യം തോന്നിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഓരോ റെഗുലർ ഇന്റർവെൽസിലും പട്ടാളക്കാരും പോലീസും പിന്നെ അവിടുത്തെ പട്ടാളക്കാർ, ലോക്കൽ പോലീസുകാരൊക്കെ നമ്മുടെ അടുത്ത്, നമ്മൾക്ക് അവർക്ക് നല്ല വിഷമമുണ്ട് ഇതിൽ, അവർ നമ്മുടെ കൂടെ ഉണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത്. പേടിക്കേണ്ട, ടൂറിസ്റ്റുകൾക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുത്താൻ വേണ്ടി അവർ നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും SK, എന്താണെങ്കിലും ഈ 23 അംഗ സംഘം അവർ സുരക്ഷിതരായി തിരികെ എത്തിയിരിക്കുകയാണ്. കേരള ഹൗസിലാണുള്ളത് ഡൽഹിയിലെ. ഇന്ന് വൈകിട്ട് അവർ അവരുടെ നാടുകളിലേക്ക് മടങ്ങും. വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ പോയ ആളുകളാണ്. പക്ഷെ ഇപ്പോഴും ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ചില ഓർമ്മകൾ അവർ നമുക്കൊപ്പം സംസാരിക്കുകയായിരുന്നു. ഇനി കൂടുതൽ മലയാളികളടക്കം നാടുകളിലേക്ക് എത്തുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ മറുവശത്ത് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. SK. താങ്ക് യു വിനീത വിജി. ഡൽഹി കേരള ഹൗസിൽ നിന്നാണ് വിനീത നമുക്കൊപ്പം ചേർന്നത്.